സെൻസർ ബോർഡ് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് റിലീസ് അനിശ്ചിതത്വമായി നീളുന്ന വിജയ ചിത്രം ജനനായകന് വീണ്ടും തിരിച്ചടി. എന്നാൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഒരാൾ രോഗബാധിതനായതുകൊണ്ട് ചിത്രം ഇന്ന് കാണില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ന് നിശ്ചയിച്ചിരുന്ന സ്ക്രീനിംഗ് അടക്കമുള്ള നടപടികൾ സുഗമമായി നടന്നാല് ചിത്രം തിയേറ്ററുകളിലേക്ക് മെയ് മാസത്തിൽ വരുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. ചിത്രം കാണുന്നതിനുള്ള പുതുക്കിയ തീയതിയോ വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സെൻസർ ബോർഡിന് എതിരായ ഹർജി ഒരു മാസം മുൻപ് പിൻവലിച്ചിരുന്നു. കേസുമായി മുന്നോട്ടു പോകാൻ തങ്ങൾക്ക് താൽപര്യമില്ലെന്നും ചിത്രം റിവൈസിന് കമ്മിറ്റിക്ക് വിടാമെന്നും നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. കോടതിയിലെ നിയമ പോരാട്ടം തുടർന്നാല് റിലീസ് അനിശ്ചിതത്വം തുടരുമെന്നതാണ് നിർമ്മാതാക്കളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. സിംഗിൾ ബെഞ്ചില് അപ്പീൽ നൽകിയാല് നടപടികൾ ആരംഭിക്കാൻ തന്നെ ചുരുങ്ങിയത് 20 ദിവസമെങ്കിലും എടുക്കും. അതിനുശേഷം സെൻസർ ബോർഡിന് 8 ആഴ്ച വരെ സമയം നൽകാൻ കോടതിക്ക് സാധിക്കും. സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവുണ്ടായാല് തന്നെ സെൻസർ ബോർഡ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകും. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കും വ്യവഹാരം നീളും. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുന്ന പക്ഷം ചിത്രം എപ്പോൾ തിയേറ്ററുകളിൽ എത്തിക്കാനാവുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരും. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തീയതി പ്രഖ്യാപിച്ചാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് ഇത് കടക്കും. അങ്ങനെ വന്നാൽ ചിത്രം നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലേക്ക് നീളും. തെരഞ്ഞെടുപ്പിലെ TVക്ക് തിരിച്ചടി നേരിട്ടാല് വിജയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യത ലഭിക്കണമെന്നില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് സെൻസർ ബോർഡിന് എതിരായ ഹർജി പിൻവലിക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത്.